on to next topic, midpoint subdivision algorithm. Midpoint subdivision algorithm coming under the category of clipping algorithm. This algorithm is mainly used to compute visible areas of lines that are present in a viewport or of the sector or the image. Midpoint subdivision algorithm already clipping algorithm under ഒരു algorithm ആണ്. Cohen-Sutherland algorithm and midpoint subdivision algorithm ആണ് ലൈൻ algorithms ആയി വരുന്നത്, ലൈൻ ക്ലിപ്പിംഗ് algorithms ആയിട്ട് വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ബൈസെക്ഷണൽ മെത്തേഡ്. മിഡ് പോയിന്റ് സബ്ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത് ഒരു വിസിബിലിറ്റി ടെസ്റ്റിന്റെ ബേസിലാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓൾറെഡി വിൻഡോയും വ്യൂ പോർട്ടും നമുക്ക് ഉണ്ടായിരിക്കും. വ്യൂ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിപ്പ് ചെയ്യേണ്ട ഇമേജിന്റെ ആ ഒരു ഫ്രെയിമിനെയാണ് നമ്മൾ വ്യൂ പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വിൻഡോയുടെ ഉള്ളിലുള്ള വിസിബിൾ ആയിട്ടുള്ള പാർട്ടിനെയാണ് നമുക്ക് ഈ ഒരു മിഡ് പോയിന്റ് സബ്ഡിവിഷൻ അൽഗോരിതം വഴി നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓൾറെഡി കോഹിൻ സദർലാൻഡ് അൽഗോരിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ഈ ഒരു മിഡ് പോയിന്റ് സബ്ഡിവിഷൻ അൽഗോരിതത്തിലും ചെയ്യുന്നത്. അതായത് വിസിബിൾ ആയിട്ടുള്ള ലൈൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, വിൻഡോയുടെ ഔട്ട്സൈഡിലുള്ള ലൈൻസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു, ഇൻസൈഡിലുള്ള ലൈൻസിനെ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതൊരു ബൈസെക്ഷണൽ മെത്തേഡ് വഴിയാണ് നമ്മൾ മിഡ് പോയിന്റ് സബ്ഡിവിഷൻ അൽഗോരിതം ചെയ്യുന്നത്. ദി ലൈൻ ഈസ് ഡിവൈഡഡ് അറ്റ് ഇറ്റ്സ് മിഡ് പോയിന്റ് ഇൻടു എ ഷോർട്ടർ ലൈൻ സെഗ്മെന്റ്സ് യൂസിങ് ദി എൻഡ് പോയിന്റ് വാല്യൂസ്. ഈ ഒരു അൽഗോരിതം നമ്മൾ ചെയ്യുന്നത് ലൈൻസിന്റെ എൻഡ് പോയിന്റ്സ് എടുത്ത് ദെൻ ആ എൻഡ് പോയിന്റ്സിന്റെ മിഡ് പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ആ മിഡ് പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻസ് 2 ഷോർട്ടർ ലൈൻസ് ആയിട്ട് മാറുന്നു. ദെൻ ഈ ഒരു 2 ഷോർട്ടർ ലൈൻസിന്റെ ഒരു ഫസ്റ്റ് ഷോർട്ടർ ലൈൻസിന്റെ എൻഡ് പോയിന്റ്സ് എടുക്കുന്നു, ദെൻ അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു, അടുത്ത ലൈനിന്റെ എൻഡ് പോയിന്റ് എടുക്കുന്നു, അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. പിന്നെ അത് റിപ്പീറ്റ് ആയി ചെയ്യുന്നു. അതായത് ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു, ദെൻ അത് 2 ലൈനായി മാറും, ദെൻ ആ നെക്സ്റ്റ് ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് വിൻഡോയെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, വിൻഡോയുടെ ഇൻസൈഡ് ഉള്ള ഭാഗം മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ബാക്കി പാർഷ്യലി ഔട്ട്സൈഡ് ആയിട്ടുള്ളത് റിജക്ട് ചെയ്യുന്നു. അതാണ് മിഡ് പോയിന്റ് സബ്ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, മിഡ് പോയിന്റ് കോർഡിനേറ്റ് എക്സ്-എം വൈ-എം. നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ ആ ഒരു കോർഡിനേറ്റ്സിനെ നമ്മൾ എക്സ്-എം, മിഡ് പോയിന്റിനെ എക്സ്-എം വൈ-എം എന്നാണ് പറയുന്നത്. ദെൻ എ ലൈൻ ജോയിനിങ് x1 y1 ആൻഡ് x2 y2 ആർ ഗിവൺ ബൈ എക്സ്-എം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് കോർഡിനേറ്റ്സ് ഉണ്ട്, 2 എൻഡ് പോയിന്റ്സിന്റെ കോർഡിനേറ്റ് ഉണ്ട്, അതിനെ എക്സ്-എം x1 y1 എന്നും ഫസ്റ്റ് കോർഡിനേറ്റിനെ x1 y1 എന്നും സെക്കൻഡ് കോർഡിനേറ്റിന് x2 y2 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് xm ഈക്വൽ ടു x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2, ym ഈക്വൽ ടു y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, മിഡ് പോയിന്റ് സബ്ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത് ഒരു ക്ലിപ്പിംഗ് അൽഗോരിതമാണ്. കോഹിൻ സദർലാൻഡ് അൽഗോരിതം പോലെ തന്നെയുള്ള ഒരു അൽഗോരിതമാണ് മിഡ് പോയിന്റ് സബ്ഡിവിഷൻ അൽഗോരിതം. ഈ ഒരു മിഡ് പോയിന്റ് സബ്ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത് വിൻഡോയുടെ ഇൻസൈഡ് ഉള്ള ലൈൻസിനെ ഐഡന്റിഫൈ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഔട്ട്സൈഡ് ഉള്ള ലൈൻസിനെ ഐഡന്റിഫൈ ചെയ്ത് റിജക്റ്റ് ചെയ്യുന്നു. ദെൻ പാർഷ്യലി ആണെങ്കിൽ വിൻഡോയുടെ ഇൻസൈഡ് ഉള്ളതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പാർഷ്യലി ഔട്ട്സൈഡ് ഉള്ള ലൈനെ നമ്മൾ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഒരു വിസിബിലിറ്റി ടെസ്റ്റ് വഴിയാണ്. അതായത് ലൈനിന്റെ മിഡ് പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുന്നു, ദെൻ ആ ലൈനെ നമ്മൾ മിഡ് പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനെ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ആ ഒരു ഫസ്റ്റ് ലൈൻ എടുത്ത് അതിന് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു, ദെൻ നെക്സ്റ്റ് ലൈനിന് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാണ് നമ്മൾ ഈ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, seeing this figure, ഫസ്റ്റ് ഫിഗറിൽ ഒരു ലൈൻ ഉണ്ട്, ദെൻ ഈ ലൈൻ പാർഷ്യലി ആണ്, ഇൻസൈഡ് ഉള്ളൂ, പാർഷ്യലി ഔട്ട്സൈഡ് ആണ്. അപ്പോൾ വിൻഡോയുടെ ഇൻസൈഡ് ആയിട്ടുള്ള ലൈൻ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ, ഈ ഒരു പോർഷൻ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ഈ ഒരു പോർഷൻ നമുക്ക് ക്ലിപ്പ് ചെയ്ത് കളയണം. ഓക്കെ, റിമൂവ് ചെയ്യണം. അതായത് നമ്മൾ മിഡ് പോയിന്റ് അൽഗോരിതം യൂസ് ചെയ്യുകയാണെങ്കിൽ A1 A2 എന്ന് പറയുന്ന 2 പോയിന്റ്സ് ഉണ്ട്. എന്നാൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഈ ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. A3 എന്ന് പറഞ്ഞ് ഈ ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. ദെൻ നെക്സ്റ്റ് അപ്പോൾ ഇതൊരു 2 ഷോർട്ടർ ലൈൻസ് ആയി. A1 A3 എന്ന് പറയുന്ന ഒരു ലൈനും A3 A2
പറയുന്ന ലൈനായി. then എന്ത് ചെയ്യണം, ഫസ്റ്റ് A1 A3 എന്ന് പറയുന്നതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ A3 A2 എന്ന് പറയുന്ന ഈ ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും A5 A2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ്. then അത് എന്ത് ചെയ്യാം, നമുക്ക് കളയാം. ഓക്കെ, then ഈ ഒരു ലൈനിന്റെ ഈ ഒരു പോർഷൻ നമ്മൾ റിമൂവ് ചെയ്തു. then ഇനി വരുന്നത് ഇത്രയും പോർഷൻസ് ആണ്. ഇതിൽ A1 A2 എന്ന് പറയുന്നതും അതേ നമുക്കറിയാം ഔട്ട്സൈഡ് ആണ്. then അതും റിജക്ട് ചെയ്തു. ഇനി ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഈ ഒരു ഇത്രയും പോർഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പോർഷന് നമ്മൾ ഓൾറെഡി നമുക്ക് A3 ഉണ്ട്. then എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു പോർഷന് A4 A3 എന്ന് പറയുന്നതിന്റെ മിഡ് പോയിന്റും A3 A4 എന്ന് പറയുന്ന മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഒരു ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടും. then എന്ത് ചെയ്യണം, നമ്മൾ A3 A4ന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. പക്ഷേ ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗത്തല്ല നമുക്ക് കിട്ടിയത്, കുറച്ച് നീരാണ് കിട്ടിയത്. then അതുപോലെ തന്നെ A6 A5ന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. then ഇനി എന്ത് ചെയ്യണം, A6 A4ന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വിൻഡോയിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് കിട്ടിയത്. then എന്ത് ചെയ്യാം, A4 തൊട്ട് A7 വരെയുള്ള നമുക്ക് റിജക്ട് ചെയ്യാം. ഈ ഒരു ഭാഗം ക്ലിയർ ആയി. അങ്ങനെ നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് വിൻഡോയുടെ ഇൻസൈഡിലുള്ള ലൈനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ക്ലിപ്പിംഗ് അൽഗോരിതമായിട്ട് വരുന്നത്, മിഡ് പോയിന്റ് സബ്ഡിവിഷൻ അൽഗോരിതമായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ algorithm. Okay, first of all read two endpoints of line P1 x1 x2 and P2 x2 y2. ആദ്യം 2 എൻഡ് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഒരു ലൈൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ലൈൻ, ഈ ഒരു ഫ്രെയിമിലൂടെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിന് 2 എൻഡ് പോയിന്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. P1 P2 എന്ന് പറയുന്ന 2 എൻഡ് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തു. ഈ P1നെ x1 y1 എന്ന് കോർഡിനേറ്റും P2 എന്ന് പറയുന്ന പോയിന്റിൽ x2 y2 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടായിരിക്കും. then read 2 corners of the window. അതായത് 2 corners നമുക്ക് റീഡ് ചെയ്യാം. അതായത് ഈ ഒരു കോർണർ എന്ന് പറയുന്നത് x min ആണ്, ഇതെന്ന് പറയുന്നത് x max ആണ്, ഇത് y min ആണ്, ഇത് y max ആണ്, നമുക്കറിയാം. എന്നാൽ അതിന് നമുക്ക് വാല്യൂ കൊടുക്കാം, wx1 wx2. അതായത് x മിനിനും x മാക്സിനും വാല്യൂ കൊടുത്തു. അതുപോലെ തന്നെ y മിനിനും y മാക്സിനും വാല്യൂ കൊടുത്തു. wy1 എന്ന് പറയുന്നത് y മിനും wy2 എന്ന് പറയുന്നത് y മാക്സും ആണ്. അതായത് അതിന് വാല്യൂ കൊടുത്തു. അതിനുശേഷം നമ്മൾ റീജിയൻ കോഡ്സ് അസൈൻ ചെയ്തു. സെയിം നമ്മൾ കോഹിൻ സദർലാൻഡ് അൽഗോരിതത്തിൽ ചെയ്ത പോലെ തന്നെ റീജിയൻ കോഡ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതായത് ടോപ്പ് ബോട്ടം റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ 0 സെൻട്രലിലുള്ള വിൻഡോയ്ക്ക് 0 കൊടുത്തു. ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ വാല്യൂസ് കൊടുക്കുന്നു. ഓക്കെ, വാല്യൂസ് ഏത് ലൈൻ ഏത് ഭാഗത്താണ് കട്ട് ചെയ്യുന്നതെങ്കിൽ റീജിയൻ കോഡ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആൻഡ് ഓപ്പറേഷൻസ് ചെയ്യുന്നു. അതായത് both two endpoints 0യും then എന്താണ്, അതിന്റെ ആൻഡ് ഓപ്പറേഷൻ 0 ആണെങ്കിൽ കംപ്ലീറ്റ്ലി വിസിബിൾ ആണ്, ഇൻസൈഡ് ആയിരിക്കും ലൈന്. then എന്താണ് നെക്സ്റ്റ് വരുന്നത്, റീജിയൻ കോഡ്സ് എൻഡ് പോയിന്റ്സ് നോൺ 0യും അതുപോലെ തന്നെ ആൻഡ് ഓപ്പറേഷനും നോൺ 0 ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആയിരിക്കും. then എന്ത് ചെയ്യാം, ആ ലൈന് റിജക്ട് ചെയ്യാം. ഈ 2 കണ്ടീഷനും അല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് എന്താണ്, പാർഷ്യലി ഇൻവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിപ്പിംഗ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിപ്പിംഗ് ചെയ്യാം. ഓക്കെ, അതായത് ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു, then എന്ത് ചെയ്യുന്നു, ഈ ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു, അതുപോലെ തന്നെ ഈ ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. then എന്ത് ചെയ്യാം, നമുക്കറിയാം ഈ P5 P2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് റിജക്ട് ചെയ്യാം. അതുപോലെ തന്നെ P1 P4 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ്, അതുകൊണ്ട് റിജക്ട് ചെയ്തു. then എന്ത് ചെയ്യണം, പിന്നെ ഈ ഒരു ഭാഗമാണ്, ഈ ഒരു പോർഷനാണ് വരുന്നത്. then ഈ ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു, ഇതിന്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. then എന്ത് ചെയ്യണം, അങ്ങനെ മിഡ് പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് നമുക്ക് കിട്ടുന്നു. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാർഷ്യലി ഔട്ട്സൈഡ് ആയത് മുഴുവൻ നമുക്ക് റിജക്ട് ചെയ്തിട്ട് ഇൻസൈഡിലുള്ളത് മാത്രം നമുക്ക് അക്സെപ്റ്റ് ചെയ്യും.